ഹായ്, ഫുട്ബോളിൽ നമ്മൾ പലപ്പോഴും ഗോൾ കീപ്പറെ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ബോൾ ഇട്ട് കൊടുത്തു. അതായത് ഗോൾ കീപ്പർ നിന്ന് സൈഡിൽ കിടന്ന് പിടിക്കുന്നു, കുറെ ഗ്രിപ്പിംഗ് ബോളൊക്കെ ഇടാറുണ്ട്. തീർച്ചയായിട്ടും അത് ഗോൾ കീപ്പറിന്റെ ഫങ്ഷണൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വളരെ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഒരു റിയൽ ഗോൾ കീപ്പർ നമുക്ക് ഫുട്ബോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഗോൾ കീപ്പറിന് ശരിക്കും നല്ല മാച്ച് സിറ്റുവേഷൻ കൊടുക്കുക. അതായത് നമുക്ക് സ്മോൾ സൈഡ് ഗെയിംസ് ഉപയോഗിക്കാം. അപ്പൊ അതിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ടെന്ന് ഗോൾ കീപ്പർ പ്രസിംഗ്. അതായത് ഗോൾ കീപ്പർ എപ്പോഴും പോസ്റ്റിൽ നിന്ന് ആ ടാക്ടിക്കൽ സിറ്റുവേഷൻ നിന്നാലേ ഗോൾ കീപ്പർ ഇംപ്രൂവ് ചെയ്യും. പലപ്പോഴും നമ്മൾ കുറെ ബോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കും, ഇയാൾ കുറെ ക്യാച്ച് ചെയ്യും, അത് ഫങ്ഷണൽ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. ബട്ട് ഗോൾ കീപ്പർ വാണ്ട്സ് ടു ഇംപ്രൂവ്, ഹി ഷുഡ് റിയലി മീറ്റ് ദ മാച്ച് സിറ്റുവേഷൻസ്. മാച്ച് സിറ്റുവേഷൻസിൽ പെർഫോം ചെയ്താൽ മാത്രമേ ഗോൾ കീപ്പർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ടാക്ടിക്കൽ രീതിയിൽ ഗോൾ കീപ്പറെ കൊണ്ടുവരിക. നിങ്ങൾ ഒരു അരമണിക്കൂർ തീർച്ചയായിട്ടും ഗോൾ കീപ്പറിന് അല്ലാതെ ഇൻഡിവിജ്വലായി ട്രെയിൻ ചെയ്യാതെ ഓക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ മാച്ച് സിറ്റുവേഷൻ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് സ്മോൾ സൈഡ് ഗെയിംസ് ഉപയോഗിക്കാം, മീഡിയം സൈഡ് ഗെയിംസ്, ലാർജ് സൈഡ് ഗെയിംസ് ഉപയോഗിക്കാം. ഇതിലെല്ലാം നിങ്ങൾക്ക് കോമ്പറ്റീഷൻ വരുന്ന പ്രഷർ ടെക്നിക്ക് ഉപയോഗിച്ചാലേ ഗോൾ കീപ്പർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ബൈ.